പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇസ്രായേൽ പാർലമെന്റായ കനെസെറ്റിൽ മോദിക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ പാർലമെന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് നൽകി. മോദി ഇസ്രായേലിന്റെ ഉറച്ച സഖ്യകക്ഷിയാണെന്നും ഇന്ത്യയെ മാറ്റിമറിച്ചുവെന്നും കനെസെറ്റ് സ്പീക്കർ അമീർ ഓഹാന പറഞ്ഞു. മുമ്പ് മോദിയുമായി മെഡിറ്ററേനിയൻ തീരത്ത് ചെലവഴിച്ച സമയം അദ്ദേഹം ഓർത്തെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയായെന്നും സഹകരണം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടും യഹൂദ വിരുദ്ധത വർദ്ധിക്കുമ്പോഴും ജൂത സമൂഹം ഒരിക്കലും പീഡിപ്പിക്കപ്പെടാത്ത, എപ്പോഴും സ്വാഗതം ചെയ്തൊരു നാഗരികതയാണ് ഇന്ത്യയെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതിന് ഇന്ത്യയോട് നന്ദിയെന്നും നെതന്യാഹു. ഇന്ത്യയും ഇസ്രയേലും ഇപ്പോൾ തങ്ങളുടെ കരുത്തിന്റെ കൊടുമുടിയിലാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭീകരവാദത്തെ ചെറുക്കാൻ ഇസ്രയേലിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിന്റെ വേദന ഇന്ത്യയും അനുഭവിച്ചു. ഗാസ സമാധാന പദ്ധതിക്ക് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് മോദി വ്യക്തമാക്കി. ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. മോദി സുഹൃത്തല്ല, സഹോദരനെന്നും ഇസ്രയേൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ ഒപ്പം നിന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ സംഘർഷ സാധ്യത നിലനിൽക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിന് ഇസ്രയേലിലെത്തിയ മോദിക്ക് ടെൽ-അവീവിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യമാണ് മോദിയുടെ സന്ദർശനത്തിനുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.